ബാക്ക് ടു സെൽസിൻ സാബ്സ് യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മൾ ഇന്നൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഗോവയ്ക്ക് പോവാണ്. കാരണം അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി നമ്മൾ ഗോവയ്ക്ക് പോവാണ്. അവരുടെ 20th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിയായപ്പോൾ എണീറ്റ് 7:30 നമ്മൾ മാമിയുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അമ്മാമ്മയ്ക്ക് അവിടെ വരും. അവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് നമ്മൾ ബസ്സിലാണ് കൊല്ലത്തോട്ട് പോകുന്നത്. നമ്മൾ കൊല്ലം ടു തിവിമാണ്. കൊല്ലത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത്. ട്രെയിനിൽ നിന്ന് നമ്മൾ ഫുഡൊന്നും വാങ്ങത്തില്ല. ഒരു ദിവസത്തേക്കുള്ളത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെയുള്ള ദിവസം നമ്മൾ അവിടെ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രിത്തേക്കുള്ള ചപ്പാത്തിയും ചിക്കൻ ചുക്കയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാനും ചേച്ചിയും ചപ്പാത്തി ചുട്ട് കൊടുത്തു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് അമ്മാമ്മ കൊണ്ടുവരും, ഊണ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി ഷൂ ഒക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് വരാം. മുടി എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാലും മുടിയൊക്കെ കെട്ടിയിട്ട് വരാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കെട്ടിയാണ് മാമിയുടെ വീട്ടിൽ പോയിട്ട് ഇനി ഒരുങ്ങത്തുള്ളൂ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഇനി മാമിയുടെ വീട്ടിൽ പോകാൻ പോകണം. ബസ് കയറാനായിട്ട് പോവുകയാണ്. അവരും ഇവിടെ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് കിട്ടി. ജാനു നീ എക്സൈറ്റഡ് ആണോ? യെസ്, വെരി വെരി എക്സൈറ്റഡ്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ട്രെയിനിൽ കയറാം. പെട്രോൾ 10:18 ഇപ്പോഴത്തെ സമയം. നമുക്ക് ട്രെയിൻ അപ്പോൾ വരുന്ന 1 മിനിറ്റ് 10:20 നമ്മളെ ട്രെയിൻ. നമ്മളെ ട്രെയിൻ വരാറായി. അപ്പോൾ ഗൈസ് ട്രെയിനിൽ വെച്ച് നമ്മളൊരാളെ പരിചയപ്പെട്ടു. ഇറ്റലിയിലുള്ള ആളാണ്. നമ്മളെ നെയിമൊക്കെ ചോദിച്ച് നമ്മളുമായിട്ട് നല്ല ഫ്രണ്ടായി. Subscribe this amazing channel. These girls are amazing, the best Kerala girls ever. Subscribe. ഇപ്പോൾ സമയം 12:41. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ മുകളിലത്തെ ബെഡിൽ കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ കയറിയത്. കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം ഞാൻ താഴെ ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇത് ഭാരതപ്പുഴയാണ്. നമ്മൾ കോഴിക്കോടെത്തി. 6:22 നമ്മൾ വൈകിട്ട് കോഴിക്കോടെത്തി. 6:22 രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ്. എത്ര മണിയായി? 7:52 ആയോളൂ. എങ്കിലും നമ്മൾ നേരത്തെ കഴിക്കുന്നതേ ഉള്ളൂ. കഴിക്കുന്ന എന്തെന്ന് പറഞ്ഞോട്? ചിക്കൻ ചുക്ക ചപ്പാത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ രാവിലെ കാണാം. നമുക്ക് നാളെ രാവിലെ 5:30 കണ്ടാണ് തിബിമിൽ നമ്മൾ എത്തുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് എത്തുമ്പോൾ എത്താം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ മംഗോളിലെത്തി. 3:50 നമുക്ക് 5:48 ഇറങ്ങണം. ഭയങ്കര തണുപ്പായിരുന്നു. കിടന്നുറങ്ങാൻ നല്ല സുഖം. ഞാൻ ഏറ്റവും മണ്ടയിലായിരുന്നു. 3 ഫാനും എല്ലാം എടുത്തോട്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. എൻ്റെ സോക്സിൻ്റെ കാലും കൈയൊക്കെ തണുത്ത് പറിച്ചിരിക്കുന്നു. പുതപ്പ് പോലും ഇല്ല. ഭയങ്കര തണുപ്പായിരുന്നു. താഴെ ഉള്ളവർക്കൊന്നും അങ്ങനെ കാറ്റ് കിട്ടിയില്ല. എവിടെ എത്തി നമ്മള്? നമ്മളിപ്പോൾ ഗോവ എത്താറായി. നമ്മൾ ഗോവ എത്താറായി. നമ്മള് 5:50 എത്തും. 5:36 നമ്മള് തിവിം സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. 3:50 എണീറ്റു. 5:50 നമ്മളെ ട്രെയിൻ. നമ്മള് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടേ ഫ്രഷ് ആവും. നമ്മള് ഇതുവരെ ഒരുങ്ങിയൊന്നുമില്ല. തിവിമെത്തി. നമ്മൾ തിവിമെത്തി. നമ്മൾ തിവിമിൽ എത്തിയിട്ടുണ്ട്.
നമ്മളിനി ഫ്രഷ് ആവാൻ പോവാണ്. എന്നിട്ട് നോർത്ത് ഗോവയിലെ ബാഗ ബീച്ചിലാണ് പോകാൻ പോകുന്നത്. ഗായ്സ്, ഗോവയിലെ കുത്ത ഗോവയിലെ കുത്തയുടെ സംശയത അത് ഗോവ സംസാരമാണ് സംസാരിക്കുന്നത്. നമ്മളറിഞ്ഞി ഉറങ്ങി ഒരുങ്ങി വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ ഒരുങ്ങി. അമ്മ ഇനി നമ്മൾ എവിടെയാ അമ്മ പോണേ? ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ്. ആണോ? നമ്മളിനി ഫുഡ് കഴിക്കാനാണ് പോണത്. ഫുഡ് കഴിക്കാൻ നാസ്ത കഴിക്കാനാണ് പോണത്. നമ്മുടെ ഗോവയിലെ ബേബി ടൈം ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ടാക്സി പോകുന്ന കാര്യം റേറ്റൊക്കെ ചോദിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എടുത്ത് വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചു. ചിലപ്പോൾ നമ്മൾ ടാക്സി പോകും, ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകും. എന്താണ് യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വളരെ സുഖം, വളരെ സുഖമായിരുന്നു ഗോവയിലെ യാത്ര. അപ്പൂപ്പനായിരുന്നു ഗോവയിൽ വരാനായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ്. അപ്പൂപ്പനായിരുന്നു. യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സൈറ്റഡ് ആണോ? നല്ല കറക്റ്റായിരിക്കും. ജാനു, യാത്രയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് യാത്ര നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിനിലെ യാത്ര പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ബോറൊന്നും അടിച്ചില്ല. അച്ഛൻ എങ്ങനെയായിരുന്നു? അച്ഛന് നല്ല കിടുവായിരുന്നു. ചേച്ചിക്ക് ട്രെയിനിലെ യാത്ര ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നമ്മള് ഗോവ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ മെയിൻ റോഡിലോട്ട് പോവാണ്. സോറി ഗൈസ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കലങ്ക്യൂട്ട് ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്, ബാഗ ബീച്ചിലോട്ടല്ല. കലങ്ക്യൂട്ട് ബീച്ചിലോട്ട് പോയിട്ട് നമ്മൾ ബാഗ ബീച്ചിലോട്ട് പോവും എന്നാണ് ഇതുവരെയുള്ള അറിവ്. ഇവിടെ വന്നിട്ട് നമ്മളിനി ബാക്കി ടാക്സിയിൽ കയറിയിട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്തും. പ്രശ്നം പറയാൻ ഗോവയിലെ പൂവാണ് നമുക്ക് കിട്ടിയത്. ഗോവയിലെ കണ്ണാച്ചി ബാക്കിയായിരുന്നു. ചെമ്പരത്തി പൂ പോലത്തെ വല്ല ഇതുള്ള പൂവായിരിക്കും. ഗോവയിലൊരു പ്രത്യേക തരമായ കാ കണ്ടു. എന്തൊരു കായ ഇത്? നിങ്ങക്ക് എന്തെങ്കിലും അറിയോ ഗായ്സ് ഇത് എന്തൊരു കായാണെന്ന്? പട്ടാള കായ. കയ്യിലെല്ലാം. ക്യൂൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്ന കലങ്ക്യൂട്ട് ബീച്ചിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് വല്ലതും കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മുന്തിരിങ്ങയൊക്കെ. ഫോട്ടോ എടുത്തോടെ ഗ്രേപ്സും ബനാനയും വാട്ടർമെലോണും എല്ലാം കൊണ്ട് ബനാന, ഗുവ, സ്ട്രോബെറി, ഗ്രേപ്സ് നമ്മളെന്തായാലും വാങ്ങും കേട്ടോ. നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത് ഇത് മാർക്കറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ. ഓക്കേ, എനിക്ക് നമ്മൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്? ഗൈസ്, നമ്മൾ മസാല ദോശ കഴിക്കാൻ 5:30 ട്രെയിൻ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. 8 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കുക ആണ്. ഇനി നമ്മൾ കലങ്ക്യൂട്ടിലോട്ട് പോകാനായിട്ട് എന്നിട്ട് നമ്മൾ റൂം എടുക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ കലങ്ക്യൂട്ട് ബീച്ചിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടോട്ട് പോകാം. നമ്മൾ കലങ്ക്യൂട്ട് ബീച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് നോർത്ത് ഗോവയിലെ ഫേമസ് മ്യൂസിയം. നമ്മൾ ഇങ്ങോട്ടാണ് പക്ഷേ പോകാനുള്ളത്. നമ്മുടെ റൂം ഇങ്ങോട്ടാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മൾ ബുക്കൊക്കെ ചെയ്തു റൂമിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ റൂം. ലൈറ്റൊക്കെ ഇടും. ഗൈസ്, അപ്പോൾ നമുക്ക് പൂളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പൂളിൽ കുളിക്കാൻ പോവാണ്. എല്ലാവരും പൂളിലിറങ്ങി ഞാനും ഇറങ്ങാൻ പോവാണ്. ഗോവയിലാണ്. അപ്പൊ ഇവിടെ ആത്മാവിന് പുക കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ,
അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കയറിയിട്ട് നമ്മളിപ്പോൾ കുളിച്ച് ഫ്രഷായി നമ്മളെവിടെ പോകാൻ പോണച്ചാ അപ്പം ഇനി നമ്മൾ കറങ്ങാൻ പോവാണ്. അതിനുശേഷം ബീച്ചിൽ പോവും. ബീച്ചിൽ വൈകിട്ടായിരിക്കും പോണത്. ഓക്കെ ടാറ്റാ ഗായ്സ്. അപ്പോൾ നമ്മൾ എവിടേക്കോ കറങ്ങാൻ പോവാണ്. അങ്ങനെ എവിടെയൊന്നുമില്ല, ബീച്ചിലൊക്കെ പോകാനാണ് പ്ലാൻ. ഇവിടെ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് എവിടെയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണി ആയിരിക്കും വാങ്ങുന്നത് ഗായ്സ്. നമ്മളത് തന്നെയാണ് ഓർഡർ ചെയ്തു ഗായ്സ്. നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി വന്നിട്ടുണ്ട്. ഗായ്സ് നല്ല ഫുഡായിരുന്നു. നല്ല എരി ഉണ്ടായിരുന്നു, പക്ഷെ എരി ഉണ്ടെങ്കിലും നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ്? അടിപൊളി പ്രതിമോളി മേടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ മേടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ജ്യൂസ് കുടിക്കാനാണ്. ഫുഡ് കഴിച്ചു, അപ്പോൾ ഇനി ജ്യൂസ് കുടിക്കാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമുക്ക് ജ്യൂസ് കിട്ടി ഗായ്സ്. കുടിച്ച് ഇത്രയുള്ളൊരു ഗ്ലാസിൻ്റെ ജ്യൂസിന് തന്നെ എത്ര രൂപയാണ് ജാനു? 100 രൂപയാണ്. ഇതിന് 50 രൂപയാണ് ഈ സാധനത്തിന്. 50 രൂപയാണ്. ഞാനൊരു ബ്രേസ്ലെറ്റ് കണ്ടായിരുന്നു, ഒരു സീഷെല്ലിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് കയ്യിലിടുമ്പോൾ ഭയങ്കര വലുതാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. നല്ലതായിരുന്നു. സീഷെല്ലിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇച്ചിരി ചെറിയ സീഷെല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കയ്യിൽ ഇടുമ്പോഴത്തേക്കും ഭയങ്കര വലുത്. ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഞാൻ വേറെ നോക്കിയിട്ട് കൊള്ളാവുന്നത് ഇനി എടുക്കും. അപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്ക് മേടിക്കുകയാണ്. നാളത്തേക്ക് മുറിക്കാനായിട്ട് കേക്ക് മേടിക്കാം. അപ്പോൾ മാമിയുടെ വകയാണ് കേക്ക്. സ്ട്രോബെറിയാണ് ഇവിടെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ച് നമ്മൾ തിരിച്ച് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ വന്ന് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ മെൽറ്റായി പോകും ഗായ്സ്. അപ്പോൾ നീരവിന് വേണ്ടിയിട്ട് ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം വാങ്ങിച്ചു കൊടുത്തു. മലയാളം കണ്ടു. മലയാളം ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ഹിന്ദി ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് മലയാളം കണ്ടു. ടൈമായിട്ട് മലയാളം. നമ്മൾ പോകുന്നത് റൂമിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ബാഗ ബീച്ചിൽ പോയി വെള്ളത്തിൽ കളിക്കും. സമയം പെട്ടെന്ന് പോകുന്നു. 2:54 ആയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ 1 മണിക്ക് കറക്റ്റ് 1 മണിക്കാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. പിന്നെ ഇവിടെയൊക്കെ കറങ്ങി ഇപ്പോൾ 3 മണിയാവുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കുളിച്ചിടാൻ പോകണം. 3:30 നമ്മളിനി ബീച്ചിൽ പോകണുള്ളൂ. അതുകൊണ്ട് അതുവരെ നമ്മൾ കുളിച്ചിടാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ നേരത്തെ ഡ്രസ്സ് എടുത്തിട്ട് കുളിച്ചാടാനുള്ള ഡ്രസ്സൊക്കെ അപ്പോൾ നമ്മളിനി ബീച്ചിൽ പോകാൻ പോവാണ്. ബീച്ചിൽ പോയി ഏത് ബീച്ചിലാണ് പോണത്? ബാഗ ബീച്ചിൽ പോയിട്ട് അതുവഴി കലങ്ങൂർ ബീച്ചിൽ പോകും. അപ്പോൾ കുറേ നേരം നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി. ഇപ്പം 4 മണിയായപ്പോൾ 3:30 മാറി 4 മണിയായി. 4 മണിയായപ്പോൾ നമ്മൾ ആ ബീച്ചിലോട്ട് പോവാണ്. ഇവർ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരേ കണക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മളിതാ ബീച്ചിൽ, ഇത് കലങ്ക്യൂട്ട് ബീച്ചാണ്. നമ്മൾ കലങ്ക്യൂട്ട് ബീച്ചിൽ പോയിട്ട് മാത്രമേ ബാഗ ബീച്ചിലോട്ട് പോകും. ഭയങ്കര വെയിലാണ്. എന്തായാലും നമ്മൾ കരിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. സൺസ്ക്രീൻ ഇട്ടില്ല, ഫേസ് ഫുൾ ഇടണമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു സാധനങ്ങളും ഇട്ടില്ല. ഓരോരുത്തരും നമ്മളിങ്ങനെ വിളിക്കുകയാണ്, ടാറ്റു. നമ്മൾ നെയ്യെ പറഞ്ഞു മടുത്ത്. വലിയ TV ഉണ്ട് ഇവിടെ. ഗോവയുണ്ട് ഗായ്സ് അവിടെ. ഞാനത് കണ്ടായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇഷ്ടം പോലെ ഐ ലവ് ഗോവയുണ്ട്.
ഭയങ്കര ആള്, ഒരുപാട് സ്ഥലത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ ഇറങ്ങുമോ? നമ്മളിവിടെ ഇറങ്ങുമായിരിക്കും, ചിലപ്പോൾ ബാഗാ ബീച്ചിലോട്ട് പോകും. ഞാൻ സീഷെല്ലിൽ തിരക്കി നടക്കുകയാണ് ഗായ്സ്, പക്ഷേ സീഷെല്ല് ഇവിടെ കാണുന്നില്ല. ചേച്ചിയുടെ കയ്യിൽ ഒരെണ്ണം കിട്ടിയെന്ന് പറയുന്നു കേട്ടോ. ഇതോ വാവ്, സൂപ്പറായിട്ടുണ്ട് ഗായ്സ്. നമ്മളിവിടെ ഇറങ്ങിയില്ല, നമ്മളിവിടെ നിന്ന് ആ കുറച്ച് സീഷെല്ലും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ബാഗാ ബീച്ചിലോട്ട് പോകണം. അവിടെയാണ് ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. സോ നമ്മൾ അങ്ങോട്ട് പോവാണ് ഗായ്സ്. പാരഷൂട്ടൊക്കെ പറക്കുന്നുണ്ട്. അവസാനം നമ്മൾ കലങ്കുട്ട് ബീച്ചിൽ തന്നെ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ട് ബാഗാ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാഗാ ബീച്ചിലോട്ട് പോകും. അതിന് പിന്നെ നമ്മളിതാ എന്താണ് സമൂസയും, ഞാൻ ചായ കുടിക്കൂല, ഇതൊക്കെ ചായയും കുടിക്കുകയാണ്. അതിവിടെ ഒരു അന്തയ സ്ത്രീ ജ്യൂസും കൊണ്ടിരിപ്പുണ്ട്. ഹായ് ബ്രോ. നമ്മൾ ബാഗാ ബീച്ചിലോട്ട് പോവാണ്. നമ്മൾ ബാഗാ ബീച്ചിൽ പോവാണ്. അവിടെ DJ ഒക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കാം. ഗായ്സ് നമ്മൾ ബാഗാ ബീച്ച് എത്താറായി. ബാഗാ ബീച്ചിൽ എത്താറായി ഗായ്സ്. നല്ല വ്യൂ, വൈബ് ഉണ്ട്. देखो 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 बैक कैमरा देखो ये इधर पार्टी गाना के लिए गाना चालू है. उधर ऊपर जा रहा है. देखो देखो ഗായ്സ്, നമ്മൾ അങ്ങനെ ബാഗാ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഒലിത്തര അതാ കണ്ടോ. തിര ഉള്ളത് ബാഗാ ബീച്ചിലാണ് കേട്ടോ. കലങ്കുട്ട് ബീച്ചിനേക്കാളും നല്ല വലിയ വലിയ തിരകളാണ് ഉള്ളത് ഗായ്സ്. അപ്പോൾ നമ്മൾ ബാഗാ ബീച്ചിലൊക്കെ കുളിച്ചു. കുറച്ച് നേരം ഇവിടെ ഇരിക്കാനാണ് പ്ലാൻ. കാരണം ബാഗാ ബീച്ച് നൈറ്റ് നല്ല രസമാണ് കാണാൻ. ഇവിടെയുള്ള ഈ ലൈറ്റ്സ് ഒക്കെ നല്ലതാണ് കാണാൻ. അതുകൊണ്ട് കുറച്ച് നേരം ബാഗാ ബീച്ചിൽ നമ്മൾ ഇരിക്കാൻ പോകും. പാവാടേടി ജാനു. എന്റെയും നീരവിന്റെയും കലാവിരുതാണ്. ഇതെങ്ങനെയുണ്ട്? ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട് ഗായ്സ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ സൂപ്പറാണ് ഈ രാത്രി ഇത് കാണാനായിട്ട്. ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഒരു റെഡ് കാണുന്നില്ലേ, അത് ഗോവ പോലീസാണ്. ഗോവ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോവുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ കലങ്കുട്ട് ബീച്ചിൽ വീണ്ടും വന്നു. എന്നിട്ട് ഇനി നമ്മൾ കേക്ക് എടുത്തിട്ട് റൂമിൽ പോയി നമ്മൾ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് വെച്ച് കേക്ക് കട്ടിയും. ഇവിടെ വെച്ച് കേക്ക് കട്ടിയാനാണ് നിന്നത്. പക്ഷേ അപ്പൂപ്പനും അമ്മയ്ക്കൊക്കെ നടക്കാൻ പാടായതുകൊണ്ട് ഇങ്ങ് വരെ വീണ്ടും വരണ്ടേ. അതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് കേക്ക് കട്ടി ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ് ഗായ്സ്. അപ്പോൾ നമ്മളിതാ കേക്ക് കട്ടിയാൻ പോവാണ്. ഇതാണ്. ഓക്കെ, കൈ വിട്ടു. ഹാപ്പി
അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. നമ്മളെല്ലാവരും ഒരുപോലത്തെ അല്ല വാങ്ങിയത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് വാങ്ങിയ. പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ഓരോരുത്തരും ഡിഫറെൻ്റാണ്. അടുത്ത് നമ്മൾ ദം ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. ഉച്ചയ്ക്കും ദം ബിരിയാണിയാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയേ വാങ്ങിച്ചോളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ബീച്ചിൽ പോയിട്ട് വന്ന് ഫ്രഷായി. ഇനി നമുക്ക് കിടന്ന് ഉറങ്ങണം. 12 മണിയാകുമ്പോൾ എണീക്കണം. 12 മണിക്ക് അമ്മയ്ക്ക് അച്ഛനെ കേക്കൊക്കെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് 12 മണിക്ക് കാണാം. അപ്പോൾ ഗൈസ് 12 മണിയായി. കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ബൈ ബൈ.